ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ആസ്മിൻ എന്നാണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതെന്തായാലും പെർമനൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. കോണ്ടൻറ് ക്രിയേഷൻ എനിക്കൊരു പാഷൻ ആയിരുന്നു. യെസ് ഇപ്പോഴും ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് ആ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി നാൾ ഇട്ടിരിക്കുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും ടെൻഷനും ഒക്കെ വരും. ഇത് സെറ്റ് ആവോ, ഓക്കെ ആവോ എന്നൊക്കെ. പക്ഷെ ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. എന്താണ് ഇതിൻ്റെ ആ ഒരു ഐഡിയ എന്ന് എനിക്ക് മനസ്സിലാക്കണം. സോ ഇനി ഞാൻ കൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയൊരു സീരീസാണ് ഫിക്ഷണൽ സ്റ്റോറീസ്. സോ ദിസ് ഈസ് ഡേ 1. അപ്പോൾ സ്റ്റോറി നെയിം മാനിപ്പുലേഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് ജസ്റ്റ് ഒരു ഫിക്ഷണൽ സ്റ്റോറി മാത്രമാണ്, റിയൽ ബേസ്ഡ് അല്ല. സോ ഇതൊരു പ്രശ്നമാവരുത് ഇതൊരു പ്രശ്നമാവുമെന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. അതെനിക്ക് അറിയില്ല എന്താന്ന്. പക്ഷേ ജസ്റ്റ് ഫിക്ഷണൽ സ്റ്റോറി, ഒരുപാട് സ്റ്റോറീസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഞാൻ കുറേയൊക്കെ എൻ്റെ ഒരു സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കഥ മാത്രം. സോ ഞാൻ കുറച്ച് മസാലാസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ മേ ബി ട്രസ്റ്റ് ദിസ് വൺ. ഓക്കെ, 1973 കുറച്ച് പഴകിപ്പോയോ? ശരി, 1993 18 വയസ്സുള്ള അഭിരാമിയും 22 വയസ്സുള്ള ആനന്ദും ഇഷ്ടപ്പെട്ട്, അതായത് കുറേ നാളത്തെ ഇഷ്ടമായിരുന്നു, അവരിഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ടൈമിൽ നമുക്ക് ചിന്തിക്കാമല്ലോ, പെണ്ണിൻ്റെ വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ചിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നു. എന്നിട്ടെന്താ, ഫസ്റ്റ് മന്തിൽ തന്നെ ആൾ പ്രഗ്നൻ്റ് ആയപ്പോൾ പിണങ്ങിയിരുന്ന വീട്ടുകാർക്ക് സെറ്റായി, കോംപ്രമൈസായി. പക്ഷെ പുള്ളിക്കാരൻ്റെ വീട്ടുകാർ കുറച്ച് ടോക്സിക് ആയിരുന്നു. അങ്ങനെ കറക്റ്റ് ഒരു 2 months ഒക്കെ ആകുമ്പോൾ ആ കുട്ടി അബോർഷനിൽ പോയി. സോ ആ കുട്ടി പോയി. അങ്ങനെ ആനന്ദ് ജോലിക്കും അഭിരാമി അവളുടെ വീട്ടിലും പോയി നിൽക്കാൻ തുടങ്ങി. കുറേ കാലങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ പോയി. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആനന്ദിൻ്റെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി. എങ്ങനെ മാറാൻ തുടങ്ങി എന്നറിയോ? ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാ അങ്ങനെ ചെയ്തേ, നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ, നീ എന്തിനാ അത് ചെയ്തേ, നീ എന്തിനാ ഇത് ചെയ്തതെന്നൊക്കെ. കാരണം അഭിരാമി ഒരു ടാലൻ്റ് ഉള്ള, അല്ലെങ്കിൽ ഫാമിലിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ആളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഫിനാൻഷ്യലി ഫാമിലിയെ സഹായിക്കാറുണ്ട്. കാരണം ആളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഭയങ്കര കഷ്ടത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. സോ അവർ ആ കഷ്ടത്തിൽ നിന്നൊക്കെ റിക്കവറായി വരാൻ ഈ മൂത്ത മോളുടെ സഹായം തേടി. സോ ആൾ ജോലിക്ക് പോയി, എന്തെങ്കിലും ഫിനാൻഷ്യലി പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ ഇതൊന്നും ആനന്ദിന് അത്ര ഇഷ്ടമല്ല. ഏട്ടായി കുറച്ച് പൊസസീവ് ആയിരുന്നു എന്ന് തന്നെ പറയാം.